ഒരു ടീച്ചേഴ്സിന്റെ ജോലി എന്ന് പറയുന്ന സമയത്ത് അവിടെ നല്ല രീതിയിൽ ഒരു ടീച്ചറിന് ഒരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്നുണ്ട്. അതായത് ഒരേ ടൈം നമുക്ക് സ്റ്റുഡൻസിനായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, അതേസമയം നമുക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ടും കൂടി എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. ഇപ്പോൾ ഈവൻ ഞാനിവിടെ വന്ന് പോവുകയാണെന്ന് വെച്ചാലും എനിക്ക് ഒരേ ടൈം എൻ്റെ ഫാമിലിനെയായിട്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മേനെയായിട്ട് ഇപ്പം പുറത്തേക്ക് ഔട്ടിങ് ആവാം, എല്ലാം ഒരുപോലെ എനിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതും ഒരു ടീച്ചിങ്ങിന്റെ അഡ്വാൻറ്റേജ് ആണ്. അല്ലെങ്കിൽ ഡിജിറ്റൽ വിപ്ലവം കൊണ്ടുവന്നാൽ പോലും അതിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ഒരു ഓഫ്ലൈൻ സ്ട്രീം, അതായത് കണ്ട് ആ ടീച്ചേഴ്സിൻ്റെതായിട്ടുള്ള ഒരു കെയർ, ഒരു ലവ്, അത് ഡിഫറെന്റ് തന്നെ. ശരിക്കും നമ്മളെ കോവിഡ് ടൈമിൽ അധികം ഓൺലൈൻ ക്ലാസ് കുട്ടികൾക്ക് എന്തൊക്കെ പറയാലോ, ഓൺലൈൻ്റെ ലിമിറ്റേഷൻസ് എന്നുള്ളത് ഭയങ്കര. നമ്മൾ ഓഫ്ലൈനിൽ നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ ഒരിക്കലും ഓൺലൈൻ ആവില്ല. എന്തൊക്കെ ഇത് ടെക്നോളജി വന്നെന്ന് പറഞ്ഞാലും ഈ ടീച്ചർ സ്റ്റുഡൻറ് ബന്ധം എന്ന് പറയുന്നത് ഒരു വേറെ. പിന്നെ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ടീച്ചേഴ്സ് ഉണ്ടാവില്ലേ? ഇപ്പം നഴ്സറി കാലഘട്ടം ഉണ്ടാവും, സ്കൂൾ ഉണ്ടാവും, അതേപോലെ കോളേജ് ഉണ്ടാവും. എല്ലാവർക്കും ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒരു ടീച്ചർ, ഒരു ഫേവറേറ്റ് ടീച്ചർ ഉണ്ടാവും എപ്പോഴും. എന്നെ സ്ഥിരമായിട്ട് ചീത്ത പറയുന്നൊരു സാറുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. 10th പഠിക്കുന്ന സമയത്ത് സാറിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷെ പിന്നീട് സാർ എന്നെ പറഞ്ഞിട്ടുണ്ട് ആ ചീത്ത പറയുന്നതിലും ഒരു കാര്യമുണ്ടെന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മളും ഇപ്പോഴത്തെ സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെയാണ്, അതായത് അവർക്ക് മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ കുട്ടികളെ കൊണ്ടുപോകാന്നുള്ളൊരു തോന്നൽ വരെ. ഇപ്പോൾ ഞാൻ MBA പഠിക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മളുടെ അവിടെ നമ്മൾ ബിസിനസ് ആണല്ലോ പഠിക്കുന്നത്, അതിൻ്റെ കൂടെ ടീച്ചിങ്ങും എനിക്ക് പാഷനാണ്. അപ്പം സാറ് പറഞ്ഞ അവിടുത്തെ ഡയറക്ടർ ആയിരുന്നു, ഞാൻ പേര് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഡയറക്ടർ എന്നോട് പറഞ്ഞൊരു വേർഡിങ് ഉണ്ടായിരുന്നു. സാർ എന്നോട് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ചോദിച്ചു നിനക്ക് എന്താവാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു ടീച്ചറൊക്കെ ആയിട്ട് പോകാനാണ് താല്പര്യം. അപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു വേർഡ്സ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്തുകൊണ്ട് നീ ഒരു ടീച്ചർ ആവണം, നീ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോളേജ് നീ തുടങ്ങുക. അപ്പം സാറ് ബിസിനസ് ആയിട്ടും കൂടി റിലേറ്റ് ചെയ്തതാണ്. അതിപ്പോ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ നമ്മൾ GEC തന്നെ എത്ര ടീച്ചേഴ്സ് നമുക്ക് ഫാക്കൽറ്റീസ് ഉണ്ട്. ഒക്കെ നമുക്ക് ആ ഒരു ബിസിനസ് ആ ഒരു ആസ്പെക്റ്റിലും കൂടെ സാറ് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ജോബിന് പോണേക്കാളും നമ്മൾ ജോബ് ഗിവേഴ്സ് ആവുക, ലൈക്ക് 4 പേർക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് പുണ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. പിന്നെ അതേപോലെ നമുക്ക് കുട്ടികൾക്ക് ഇന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ അതിനപ്പുറം അതിൽ എങ്ങനെ നല്ലൊരു വ്യക്തി ആവാം എന്നുള്ളതും കൂടെ ആ ഒരു ടീച്ചറാണ് ശരിക്കും ആ കുട്ടിക്ക് പകർന്നു കൊടുക്കുക.